ഹായ് എവരി വൺ. ഇതിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ ഗോവയ്ക്ക് പോവാം കേട്ടോ. കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ വെക്കേഷൻ ടൈമിലൊന്ന് ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എറണാകുളം സൗത്തിൽ നിന്നാണ് നമ്മൾ കയറിയത്. 1:30 ഉച്ചയ്ക്ക് 1:30 ട്രെയിൻ. വെളുപ്പിന് 5 മണിക്ക് നമ്മൾ അവിടെ എത്തും. തിവിം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. മഡ്ഗോവയിലല്ല. അത് ലാസ്റ്റ് ടൈം നമ്മൾ പോയപ്പോൾ മഡ്ഗോവയിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറച്ചധികം ട്രാവലിംഗ് ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച ഹോട്ടലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് അടുത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ തിവിം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് ഇറങ്ങണം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ തിവിമിലെത്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട്. രാവിലെ അല്ലേ. എന്നിട്ട് പിന്നെ അത് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സി വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേ താമസിച്ചിട്ടുള്ള ഹോട്ടൽ. ഈ ഹോട്ടലിൽ പക്ഷേ ഇപ്പോഴല്ല ചെക്കിങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഉച്ചയ്ക്ക് ചെക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലഗേജൊക്കെ വെച്ചിട്ട് ചെക്കിങ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ലഗേജും വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ വന്ന് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്നിട്ടും ബാഗ് വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ ഇവിടെ ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാം. ബീച്ച് അടുത്താണല്ലോ. അപ്പോൾ ബീച്ച് സൈഡിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം അങ്ങനെ വിചാരിച്ചു. ഇത് അഞ്ജുന ബീച്ചാട്ടോ ഇത്. അപ്പം ഞങ്ങളെന്താ വെച്ചാൽ ബീച്ചിലേക്ക് തന്നെ പോയേ. അപ്പം ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ആ വൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും കുറച്ച് സമയം പോയി കിട്ടുമല്ലോ. പിന്നെ തിരിച്ച് ഹോട്ടലിൽ വന്ന് നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് ആവാം. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഈ സമയത്ത് രാവിലെ ആയതുകൊണ്ട് അത്ര വെയിലൊന്നുമില്ല കേട്ടോ ബീച്ചിൽ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ബീച്ചിലൊക്കെ നിൽക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ ക്ഷീണമൊക്കെ അങ്ങ് മാറി. പിന്നെ നമുക്ക് തിരിച്ച് വന്നിട്ട് പ്ലാൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. പോകണോ, പുറത്ത് പോകണോ, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണോ എന്താണെന്നുള്ളത്. ഹോട്ടലിൽ വന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫോർട്ട് കാണാൻ പോയിട്ട്, ചപ്പോറ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ദിൽ ചാത്താ ഹെ ഫിലിമിലൊക്കെ മൂവിയിലൊക്കെ ഉള്ള ഫോർട്ട് ഉണ്ടല്ലോ അത്. പക്ഷെ അതൊരു ഭയങ്കര തെറ്റായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം നട്ടപ്ര വെയിലായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഈവനിങ്ങിലേക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന്. കാരണം അത്ര തിരക്കായിരുന്നു ആ സമയത്ത് പോലും. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര റഷായിരുന്നു. വണ്ടിയായിട്ടൊന്നും വരാനൊന്നും പറ്റുമൊന്നുമില്ല, അതുപോലെ തിരക്ക്. അപ്പോൾ ഉച്ച നേരത്തെ ഇത്ര തിരക്കുണ്ടെങ്കിൽ വെയിലൊന്ന് താറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഇപ്പോൾ സീസൺ കൂടെ അല്ലേ. ഈ വെയിലത്ത് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ എന്തായാലും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പം കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പറഞ്ഞു വയ്യ, ഇവർക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ഇരുന്നു, പിള്ളേരവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും തന്നെ മേലേക്ക് കയറിയത്. ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ എന്നാലും വെയിലാണെങ്കിലും കാണാനുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് വെയിലിൻ്റെ ഒരു ഇത് കാരണം മര്യാദയ്ക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈവനിങ്ങിലായിരുന്നെങ്കിൽ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന് തോന്നി. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് റെസ്റ്റൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ഇതിൽ നമുക്ക് അത്രയ്ക്കൊരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങളുടെ റൂമിൽ വന്ന് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ ഇനി രാത്രി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂമിൽ വന്ന് ഇനിയിപ്പം ഒന്ന് റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈവനിങ്ങിലേക്ക് പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കും.
കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈവനിങ് ആട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. സ്ട്രീറ്റിൽ വൈകിട്ടാകുമ്പോഴാണല്ലോ ഇവിടെ ആൾക്കാരും സ്ട്രീറ്റൊക്കെ ഓണാവണത്. അപ്പം ഇവിടെ കണ്ടില്ലേ സ്ട്രീറ്റിൽ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ സ്ട്രീറ്റിൽ നിന്ന് ഒരു ഗോവൻ ആ ഒരു ബീച്ച് വൈബിള് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് തന്നെ. അതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മേടിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ വിചാരിച്ച പല കാര്യങ്ങളൊന്നും അങ്ങ് നടന്നില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്ന ബീച്ചിലേക്കാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. ബീച്ചിലേക്ക് പോയിട്ട് അവിടെ ബീച്ചിലൊക്കെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഈ കാണുന്ന സ്ട്രീറ്റിൽ നിന്നൊക്കെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഭയങ്കര റേറ്റാണ് ഇവർ പറയണത്. പിന്നെ ബാർഗെയിൻ ചെയ്ത് നമ്മൾ കുറച്ച് നേരം ബാർഗെയിൻ ചെയ്ത് അങ്ങനെ ഒരു ഡ്രസ്സ് മേടിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ആ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് 1500 അവർ പറയണം. ആദ്യം തന്നെ എല്ലാ ഡ്രസ്സിനും അവർ ആ റേറ്റ് തന്നെ പറയുക. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു 500-നൊക്കെ കിട്ടിയിട്ടോ, ഒരു 500-നൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ സന്നി ഇവിടെ വന്നപ്പോൾ തന്നെ എന്തോ ഒരു ക്രിസ്റ്റൽ എല്ലാ കടയുടെയും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. യൂട്യൂബിൽ എന്തോ കണ്ടിട്ടുള്ളതെന്ന് അവൾ പറയണേ. അത് എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറേ കളേഴ്സ് ഉള്ള സ്റ്റോണുകൾ, പർപ്പിൾ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സുള്ള പല ഷേപ്പിലുള്ള സ്റ്റോണുകൾ. അപ്പോൾ അത് അവൾക്ക് വേണമെന്ന് വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ ചെറിയൊരു കല്ലിന് 500 രൂപ 600 രൂപ. അതെന്താ അതിൻ്റെ യൂസ് എന്ന് എനിക്കറിയില്ല, അത് എന്തിനുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടി അവളെ എല്ലാ കടയിലും വിളിച്ച് കയറ്റുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ 600 പറയുമ്പോൾ എന്തിനാ ഈ കല്ല് 600 രൂപയ്ക്ക് മേടിക്കണമെന്നുള്ളതിൽ നമ്മളവളെ മാക്സിമം പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ഒരു രക്ഷയില്ല, അവൾ സമ്മതിക്കണില്ല. അപ്പം ഞാൻ എന്നിട്ട് ഒരു കടയിൽ അവരുടെ അടുത്ത് ചോദിച്ചു 200 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ അവിടെയുള്ള ഏറ്റവും ചെറിയൊരു സ്റ്റോൺ എടുത്തിട്ട് എനിക്ക് തന്നത് വൈറ്റ് ആയിരുന്നു കേട്ടോ. ക്രിസ്റ്റലാന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അപ്പം അത് ഞാൻ ചോദിച്ചു ഇതെന്താ ചെയ്യുക, ഒരു ഉപ്പ് കല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനം, അത് 200 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ സമാധാനം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളത് മേടിച്ചു കൊടുത്തവൾക്ക്. എന്നിട്ടത് എന്താ ഇതിൻ്റെ യൂസ് എന്നാണ് ഞാൻ അയാളോട് ഓരോന്നിനും ഓരോ പർപ്പസാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെന്താ ഈ വൈറ്റ് ഇത് എന്താ അതിൻ്റെ പർപ്പസ് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസാണെന്നാണ് പറഞ്ഞത്. പീസായിരിക്കും, ഭയങ്കര പീസ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ കാര്യം പറയാമല്ലോ, ആ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉള്ള പീസും കൂടെ പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ സാധനം എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഞാൻ അത് പറയണത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അത് ശരിക്കും സയൻറ്റിഫിക്കലി അത് അങ്ങനത്തെ സാധനമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്ക് പീസ് കിട്ടിയില്ല, അതുകൊണ്ടെന്ന് വെച്ചിട്ട് അത് ഈ മറ്റേ മാൻഡ്രേക്കിൻ്റെ സാധനം പോലെ അത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഞാനത്. അപ്പം അറിയുന്നവർ പറയട്ടോ ഇതെന്താ സാധനം എന്നുള്ളത്. ഇനി ഗോവയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാ ഷോപ്പിലും ഉണ്ട് ഈ ഇങ്ങനത്തെ കുറേ സ്റ്റോണുകൾ വെച്ചിട്ടുണ്ട്. ഭയങ്കര പൈസയാണ് പറയുന്നത് വലിപ്പം അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചെത്താനായി. ഇവിടെ ഫുള്ള് നൈറ്റ് ലൈഫ് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. നൈറ്റ് ലൈഫ് ഇഷ്ടമുള്ളവർക്ക്, ബീച്ച് ഇഷ്ടമുള്ളവർക്ക്, ഈ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ വർക്കല അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും എനിക്കിവിടെ വരാൻ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ നൈറ്റ് ലൈഫും അങ്ങനത്തെ ബീച്ചസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അഞ്ജുന ബീച്ചാട്ടോ. അഞ്ജുന ബീച്ചിൽ ഭയങ്കര പാർട്ടി അങ്ങനത്തെ കണ്ടില്ലേ, ഭയങ്കര പാർട്ടി അങ്ങനത്തെ ഷാക്കുകളും മ്യൂസിക്കും ഭയങ്കര ബഹളമാണ്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നത് സൗത്ത് ഗോവയിലായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ വേറെ കൺട്രിയിലെ ആൾക്കാർ, ഇന്ത്യൻസ് ഒന്നും അധികം പോണ സ്ഥലമല്ല. അത് ഭയങ്കര സൈലൻറ്റ്. പാർട്ടി ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാമായിട്ടുള്ളൊരു ബീച്ചസും കാര്യങ്ങളാണ് അവിടെ. ഇത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കുറേ ഇന്ത്യൻസും ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നൈറ്റ് ലൈഫ് ഇഷ്ടമുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂ ഇയർ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടേക്ക് വരണമെന്ന് തോന്നി. ഞങ്ങൾക്ക് ഇവിടേക്ക് വരണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഇവിടെയുള്ളൊരു ഷാക്കിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞങ്ങളത് ഏത് പാട്ടാണ്, നല്ല പാട്ട് നോക്കിയിട്ടാണ് പോണത്. തല കോളം വെട്ടാത്ത പോലത്തെ പാട്ട്. ചില പാട്ടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല, അവിടെ കിടന്ന് ബഹളം, അത്ര ബഹളമാണ്. അപ്പം ഞങ്ങൾ കുഴപ്പമില്ലാണ്ടുള്ള ഒരു അടിച്ചുപൊളി പാട്ടും
പിന്നെ നമുക്ക് കുറച്ച് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഷാക്ക് നോക്കി ഇങ്ങനെ നടക്കുക കേട്ടോ അവിടെ. അപ്പം ഓരോ സ്ഥലത്ത് ചില സ്ഥലത്തെ പാട്ടുകൾ നമുക്ക് ഒട്ടും പറ്റാത്തതിന് ഭയങ്കര സൗണ്ടും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലാണ്ട് നല്ല ഇഷ്ടമുള്ള പാട്ട് നോക്കിയിട്ട് ഇങ്ങനെ പോവുക, കുറേ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നടക്കുക. അപ്പോൾ സന്നിക്കാണെങ്കിൽ അവിടെ നടക്കാനായിട്ട് എന്നോട് പറയുക എടുക്കെന്ന് പറയുകയാണ്. ഈ നിറയെ പശു നടക്കുന്നുണ്ട് അവിടെയൊക്കെ. അപ്പോൾ പശുവൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഇത് ചാണകമൊക്കെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഇതിലൊക്കെ കയറി ചവിട്ടുമോ എന്നുള്ളത് കാരണം എന്നെ കൊണ്ട് ഇടിപ്പിക്കുക. ഇവൾക്ക് നടക്കാൻ വയ്യ, ഇടിപ്പിക്കുകയാണ്. എടുക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ കിടക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാദ്യം ഇവിടെ കയറി നോക്കിയപ്പോഴേക്കും ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയപ്പോഴേക്കും നല്ല പാട്ടുള്ള സ്ഥലത്ത് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നോക്കി നടക്കാം കേട്ടോ. ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഒരു സ്ഥലത്ത് കയറി. പക്ഷെ അത് ഏറ്റവും വലിയൊരു പൊട്ട തീരുമാനമായിരുന്നു അവിടെ കയറിയത്. പക്ഷെ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് എന്തോ പണി കിട്ടി അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് കിടന്നുറങ്ങും. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ വേറൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസോർട്ടിലേക്ക് ഞങ്ങൾ പോകും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ആ റിസോർട്ടിലേക്ക് പോകും. ഏർലി മോർണിംഗ് പോകണ്ട, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് നമ്മൾ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ പോവുള്ളൂ. അവിടെ നമുക്ക് 2 മണിക്കാണ് ചെക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ പതുക്കെ പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാത്രി വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ബീച്ചിൽ തന്നെ നമ്മൾ അടിച്ചു പൊളിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത റിസോർട്ടിലേക്ക് പോകും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത എൻ്റെ റിസോർട്ടിലെ വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം. അപ്പം ഓക്കെ, ബൈ.